ആദ്യം ഈ വോയിസ് ഒന്ന് കേട്ടു നോക്കേ. ഹലോ ഹലോ, ആതിരയല്ലേ? ആന്നു, ആരായിരുന്നു? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? എന്താ? നിന്റെ മുല ഒന്ന് പിടിക്കാൻ വരുമോ? നിനക്ക് മുല മാത്രം മതിയോ? ആ, ദൂരം വേണം. ഉണ്ടോ? ആ, ഉണ്ടേ. അപ്പു കാനൽസ് എന്ന് പറഞ്ഞ ഒരു ചാനലിൽ വന്നതാ. ഒരു പെറ്റ് ലവറാ, ഒരു പെറ്റിനെയൊക്കെ വിൽക്കുന്നൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് വന്നൊരു മോശമായ അനുഭവമാണ്. ഈ കുട്ടി ഇതിനെപ്പറ്റി നേരത്തെ വീഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ചേച്ചിയുടെ പേര് ആതിര എന്നാണ്. ഈ ചേച്ചി ഈ പട്ടി കുഞ്ഞുങ്ങളെയൊക്കെ വിൽക്കുന്ന പരിപാടിയുള്ളൊരു ചേച്ചിയാണ്. കുറേ നാളായിട്ട് ഈ ചേച്ചി ഇങ്ങനെയുള്ള കുറേ രാതി മക്കള്, അങ്ങനെ തന്നെ പറയണം, അങ്ങനെ കുറെ അവന്മാര് വിളിച്ച് ശല്യം ചെയ്യുന്നുണ്ട്. ഈ ചേച്ചി തന്നെയാണ് നമ്പർ റിവീൽ ചെയ്തത്. ഈ പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ മേടിക്കാൻ വേണ്ടി ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്ന് പറഞ്ഞാണ് ചേച്ചി നമ്പർ ഇൻസ്റ്റഗ്രാമിൽ കൊടുത്തത്. പക്ഷെ ആ നമ്പർ ഇപ്പൊ എടുത്ത് വിളിച്ചോണ്ടിരിക്കുന്നത് പട്ടിക്കുഞ്ഞുങ്ങളെ മേടിക്കാനല്ല, ഇങ്ങനെ കുറെ ഞരമ്പന്മാരാ, കുറെ നായ്ക്കളാ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ നമ്മൾ എന്തോ ചെയ്യണ്ടേ? ഇവന്റെ വീട്ടിൽ ഇവന്റെ അമ്മായും പെങ്ങളും ഒന്നും ഇല്ലേ? ഇങ്ങനെയുള്ള നായ്ക്കളോട്, നായിന്റെ മക്കളോട് പറയാനുള്ളത് ഒന്ന് ആലോചിക്കുക. നിങ്ങളുടെ വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഒക്കെ ഉണ്ട്. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വിളിക്കുമ്പോൾ സ്വന്തം മക്കളൊക്കെ കാണും, ഇഷ്ടംപോലെ മക്കളുള്ളവന്മാരൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. ഒന്ന് ആലോചിക്കുക, നിങ്ങളുടെ മക്കളോടാ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? മക്കളും അമ്മായും പെങ്ങളും ഒക്കെ ഉള്ളവന്മാരായിരിക്കും ഈ വിളിക്കുന്നത്. ഒന്ന് ആലോചിക്കുക. പിന്നെ പോലീസുകാരോട് പറയാനുള്ളത്, കൊടുക്കണം, ഇവന്മാരെയൊക്കെ കണ്ടുപിടിച്ച് ആട്ടപടലം അടിക്കണം, മാക്സിമം ശിക്ഷ കൊടുക്കണം ഇവന്മാർക്കൊക്കെ. എന്നാലേ ഇങ്ങനെയുള്ളവന്മാർക്കൊക്കെ ഇനിയും പേടി വരത്തുള്ളൂ. നമ്മുടെ നിയമം പിന്നെ ഇവന്മാർക്കൊക്കെ സപ്പോർട്ടേ ചെയ്യത്തുള്ളൂ, ഒരിക്കലും പിടിക്കാൻ പോകുന്നില്ല. ആ ചേച്ചി തന്നെ പറയുന്നുണ്ട്, ആരും ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ തന്നെ കോള് വന്നിട്ടുണ്ട്. എന്നിട്ട് ആ പോലീസുകാർ പറഞ്ഞത് ആ ബ്ലോക്ക് ചെയ്ത് വിട്ടാൽ പോരെന്നാ. ശരിയാ, ബ്ലോക്ക് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ അവന്മാർ അടുത്ത നമ്പറിൽ നിന്ന് വിളിക്കത്തില്ലേ? ഒന്ന് ആലോചിക്കും, കുറച്ചൊക്കെ കോമൺ സെൻസ് ഒന്ന് ആലോചിക്കും. ചേച്ചി ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, ചേച്ചി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, ഇവരാരും ഒന്നും നോക്കുന്നില്ല, പറക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്ത കാര്യം പറഞ്ഞു, പോലീസുകാരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയരുത്. അങ്ങനെ പറയുമ്പോഴാണ് കൂടുതൽ അവർക്ക് ശക്തി, കരുത്ത് വരുന്നത്. ഈ ഞങ്ങളെ പോലീസുകാരൊന്നും ചെയ്യത്തില്ല, അവർക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ ചേച്ചി പറയുന്ന, അവരങ്ങനെ വിചാരിക്കത്തുള്ളൂ.